കൊച്ചിയിലെ യുവതിയോട് മോശമായി പെരുമാറിയ സംഭവത്തിൽ രണ്ടുപേർ അറസ്റ്റിൽ. ക്യൂൻസ് വാക്ക് വേയിൽ കുടുംബസമേതം എത്തിയ യുവതിയോടാണ് മോശമായി പെരുമാറിയത്. അബ്ദുൽ ഹക്കീം, അൻസാർ എന്നിവരാണ് പിടിയിലായിരിക്കുന്നത്. വിവരങ്ങളുമായി ഇപ്പോൾ ഉമേഷ് കൊച്ചിയിൽ നിന്ന് ചേരുകയാണ്. അതുമാത്രമല്ല, ഇവർ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകും വഴി ജീപ്പിന്റെ ചില്ലടിച്ചു പൊട്ടിച്ചു, പോലീസ് ജീപ്പിന്റെ ചില്ലടിച്ചു പൊട്ടിച്ചു എന്ന് കേൾക്കുന്നു. ഉമേഷ്, എന്താണ് സംഭവിച്ചത്? ഇപ്പോൾ രണ്ടുപേർ യുവതിയോട് മോശമായി പെരുമാറിയ സംഭവത്തിൽ അറസ്റ്റിലായിരിക്കുന്നു എന്ന് കേൾക്കുന്നു. ഇവരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകും വഴി പോലീസുകാരോടും അതിക്രമം കാണിക്കുകയായിരുന്നു. സ്ഥിരം കുറ്റവാളികളാണോ ഇവർ? മനു, ഇന്നലെ രാത്രി 11:30-ക്ക് ശേഷമാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. മറൈൻ ഡ്രൈവിൽ ക്യൂൻസ് വാക്ക് വേയിൽ വന്നതായിരുന്നു യുവതിയും കുടുംബവും. അവിടെ ഒരു ജ്യൂസ് കടയിൽ വെച്ചാണ് രണ്ട് യുവാക്കൾ യുവതിയോട് അപമര്യാദയായി പെരുമാറിയത്. ഈ യുവതിയുടെ അടുത്ത് ചെന്ന് ദേഹത്ത് കയറി പിടിച്ച് സെൽഫി എടുക്കാൻ ശ്രമിക്കുകയായിരുന്നു യുവാക്കൾ എന്നാണ് യുവതി പരാതിയിൽ പറയുന്നത്. ഇത് തടഞ്ഞപ്പോൾ ഇവരെ അസഭ്യം പറയുകയും ഇവരോട് മോശമായി പെരുമാറുകയും ചെയ്തു എന്നുള്ളതാണ്. ഇത് പിന്നീട് നാട്ടുകാരൊക്കെ ഇടപെട്ടു. പോലീസ് സംഭവസ്ഥലത്ത് എത്തുകയും ചെയ്തു. രാത്രികാല പട്രോളിംഗ് ഒക്കെ ശക്തമാണ് കൊച്ചിയിൽ. അതിൻ്റെ ഭാഗമായി പോലീസ് ഉടൻ തന്നെ സംഭവസ്ഥലത്തെത്തി ഈ യുവാക്കളെ കയ്യോടെ പിടികൂടുകയായിരുന്നു. അവിടെ നിന്ന് പിടികൂടി മെഡിക്കൽ വൈദ്യപരിശോധനയ്ക്കായി കൊണ്ടുപോകും വഴിയാണ് ഈ യുവാക്കൾ ഈ പോലീസ് ജീപ്പിനകത്തും അതിക്രമം കാണിച്ചത്. ഇവർ ഈ പോലീസ് ജീപ്പിൻ്റെ ചില്ലൊക്കെ അടിച്ച് തകർക്കുകയായിരുന്നു. പിന്നീട് വൈദ്യപരിശോധനയ്ക്ക് വിധേയരാക്കി ഇവരെ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു. ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇവർ മലപ്പുറം പൊന്നാനി സ്വദേശികളാണ്. അബ്ദുൽ ഹക്കീം, അൻസാർ എന്നിങ്ങനെ രണ്ട് യുവാക്കളാണ്. 25ഉം 28ഉം വയസ്സുള്ള രണ്ട് യുവാക്കളാണ് ഇത്തരത്തിൽ അപമര്യാദയായി പെരുമാറിയത്. ഇവരെ ഇന്നലെ രാത്രി തന്നെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ഇന്നിപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തി. ഇന്ന് തന്നെ ഇവരെ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും. അതിനാണ് പോലീസ്, എറണാകുളം സെൻട്രൽ പോലീസാണ് ഇത്തരത്തിലുള്ള നടപടിയിലേക്ക് ഉടൻ തന്നെ പോയത്. മനു, ശരി. ഉമേഷാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. രണ്ടുപേർ യുവതിയോട് അപമര്യാദയായി പെരുമാറിയ കേസിൽ രണ്ടുപേർ പിടിയിലായിരിക്കുന്നു എന്നതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇവരെ പിടികൂടി സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്ന വഴിക്ക് ഇവർ ആ പോലീസ് ജീപ്പിൻ്റെ ചില്ലുകൾ വരെ അടിച്ചു തകർക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഏതായാലും നല്ല പണിയാണ്. ഇനിയിപ്പോൾ സ്വാഭാവികമായിട്ടും കുറച്ച് നാൾ അകത്ത് കിടന്നുണ്ട തിന്നാം എന്ന് മാത്രമേ നമുക്ക് അവരോട് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളൂ.